റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ 8ാം ഭാഗം. എന്താടാ അവൾ പറഞ്ഞത്? വൈകിട്ട് വരെ ക്ലാസ്സിൽ ഒന്നും മിണ്ടാതിരുന്നതിനാൽ കോളേജ് വിട്ട് ഗിണ്ടിയിലേക്ക് ബൈക്കിൽ പോരുമ്പോൾ വെട്രി റാമിനോട് ചോദിച്ചു. ഒന്നുമില്ലടാ. ഓഹോ, അപ്പൊ നീ അവളുടെ ടീമിൽ ചേർന്നില്ലേ മച്ചാ? ഞാൻ ആരുടെ ടീമിലും ചേർന്നിട്ടില്ല, റാം ദേഷ്യത്തിൽ മറുപടി പറഞ്ഞു. പിന്നെ കുറച്ചു നിമിഷം അവർക്കിടയിൽ നിശബ്ദതയായിരുന്നു. തിരക്കിനിടയിലൂടെ വെട്രി അതീവ ശ്രദ്ധയിൽ ബൈക്ക് ഓടിച്ചു. വെട്രി, ഞാനൊരു കാര്യം പറഞ്ഞാൽ രേഷ്മ പോലും അറിയില്ല എന്ന് വാക്ക് തരാമോ? പെട്ടെന്ന് വെട്രി ബൈക്ക് റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. എന്താടാ കാര്യം? റാം മറുപടിയൊന്നും പറയാതെ റോഡിലേക്ക് നോക്കിയിരുന്നു. ഡാ, ഞാൻ ആരോടും പറയില്ല. എന്താ കാര്യം? പുറത്തിറങ്ങാൻ നാണക്കേടാ മച്ചാ. എങ്കിലും നിന്നോട് പറയാതെ വയ്യ. ആനന്ദി എന്നെ തല്ലി. തല്ലിയെന്നോ? വെട്രി ആകാംക്ഷയോട് ചോദിച്ചു. റാം പഴയതുപോലെ തന്നെ റോഡിലേക്ക് നോക്കിയിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞത് വെട്രി ശ്രദ്ധിച്ചു. അയ്യേ, നിനക്ക് നാണമില്ലടാ കണ്ട പെണ്ണുങ്ങളുടെ അടിയും കൊണ്ടിരുന്ന് മോങ്ങാൻ. അതിനും റാം ഒന്നും പ്രതികരിക്കാതെ വന്നപ്പോൾ വെട്രി ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് റാമിനെയും പിടിച്ചിറക്കി. അരികിലായി കണ്ട ഒരു ചെറിയ ടീ ഷോപ്പിലേക്ക് വെട്രി അവനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു ഹോർലിക്സ് മിൽക്ക് പറഞ്ഞു. പോട്ടെ, സാരമില്ല. എന്തായാലും നീ തിരിച്ചടിക്കാതിരുന്നത് നന്നായി. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നേനെ. ജയലളിത CM ആയതിനു ശേഷം പെണ്ണുങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഒരു പ്രത്യേക പവറാണ്. അവർ പറയുന്നത് ജനം കേൾക്കൂ. പോരാത്തതിന് എന്തിനും ഏതിനും പോകുന്നവൾ അവൾ. ചിലപ്പോൾ നീ കയറി പിടിച്ചിരുന്നവരെ പറഞ്ഞവളെ. എന്തായാലും നീ വിഷമിക്കേണ്ട മച്ചാ. അവൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം. ഭാഗ്യത്തിന് നിന്നെ തല്ലിയത് വേറെ ആരും കണ്ടില്ലല്ലോ. വെട്രി തന്റെ വിഷമം ശമിപ്പിക്കാൻ തന്റെ നിസ്സഹായതയെ ന്യായീകരിക്കുകയാണോ എന്ന് ഒരു നിമിഷം റാമിന് തോന്നിപ്പോയി. ആരും കണ്ടില്ലേലും എനിക്ക് എന്നോട് തന്നെ എന്തോ ഭയങ്കര നാണക്കേട് തോന്നുവാടാ. ഈ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ, അതൊക്കെ പോയതുപോലെ ഒരു ഫീൽ. അവൾക്ക് മുന്നിൽ ഞാൻ ഒരുപാട് ചെറുതായി പോയതുപോലെ. എനിക്കിങ്ങനെ ഒരു അനുഭവം ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലടാ. ഡാ റാമേ, നീ ഭയങ്കര പാവമാണ്. അതാണ് നീ ചിലയിടങ്ങളിൽ പകച്ചു നിൽക്കുന്നത്. ഈ നാട്ടിൽ അങ്ങനെ പകച്ചു നിന്നാൽ ആളുകൾ നെഞ്ചത്ത് കയറി നിരങ്ങിയിട്ടങ്ങ് പോകും. ഡാന്ന് വിളിച്ചാ എന്താടാന്ന് ഉറച്ച ശബ്ദത്തിൽ തിരിച്ചു ചോദിക്കാൻ ധൈര്യമില്ലേൽ അവിടെ നമ്മൾ തോറ്റു. പിന്നെ ആരും നമുക്കോ നമ്മുടെ വാക്കുകൾക്കോ വില തരില്ല. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ആളുകളുടെയും ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങനെയാണ് മച്ചാ. നീ നിന്റെ പാവത്താൻ കേരള ശൈലിൽ നിന്ന് ചേഞ്ച് ചെയ്ത് തമിഴ്നാട് മോഡ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാം റെഡിയാകും. ഡേ ചുണ്ണി. അപ്പോൾ മുന്നിലൂടെ ഭാഗം തൂക്കിപ്പോ നടന്നുപോയ ഒരു സ്കൂൾ പയ്യനെ വെട്രി ഗാംഭീര്യത്തിൽ വിളിച്ചു. എന്നടാ എന്നെ? അവൻ തിരിഞ്ഞെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ചുമ്മാ ഒരു എക്സാമ്പിൾ കാണിച്ചതാ. പാത്തുപോ തമ്പി. ആ പയ്യൻ വെട്രി എന്തോ മുഴുത്ത തെറിയും പറഞ്ഞുകൊണ്ട് നടന്നുപോയി. കണ്ടോ, ആ ചെറിയ പയ്യന് പോലും അറിയാം ഈ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണമെന്ന്. ഇത് നിന്റെ കേരളമല്ല റാം, ഇത് തമിഴ്നാടാണ്. ഈ നാടിന്റെ ടോൺ തന്നെ ഇങ്ങനെയാണ്. സോ നീ മാറിയേ പറ്റുള്ളൂ, വെട്രി പറഞ്ഞു. ആ സമയത്ത് ചായ വാങ്ങി തിരിഞ്ഞ ഒരു ആജാനുവാഹുവായ മനുഷ്യൻ റാമിന്റെ ദേഹത്ത് തട്ടി. എന്നടാ, കണ്ണു തിരിയാതാ? റാം ഉള്ളിൽ പൊന്തി വന്ന സകല ദേഷ്യവും പുറത്തെടുത്തുകൊണ്ട് ചോദിച്ചു. സോറി ബോസ്, സോറി. അയാൾ ഭവ്യതയോടെ ഒഴിഞ്ഞു മാറി. ദാറ്റ്സ് മൈ ബോയ്, വെട്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, അവൾക്കിട്ട് പണി കൊടുക്കാൻ നീയും രേഷ്മയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ഞാനും ഉണ്ട് നിങ്ങൾക്കൊപ്പം. നീ പറഞ്ഞ പോലെ അവൾ സാധാരണ പെണ്ണല്ല, അഹങ്കാരം മൂത്ത ഒരു മൂദേവിയ. ഒരടി കൊണ്ട് തീർക്കാൻ പറ്റില്ല. അവളെ ഇഞ്ചിഞ്ചായി നമുക്ക് ദ്രോഹിക്കണം. റാം അത് പറഞ്ഞപ്പോൾ വെട്രിയുടെ മുഖമൊന്ന് തൊടുത്തു. അന്ന് തിരികെ ഫ്ളാറ്റിലെത്തിയ റാം അധികമായി ഒന്നും സംസാരിച്ചില്ല. പിറ്റേന്ന് ശനിയാഴ്ചയായതിനാൽ പാർട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് വെട്രിയോട് പറഞ്ഞതിനു ശേഷമാണ് അവൻ തിരികെ അയ്യപ്പൻ താങ്കലിലേക്ക് പോയത്. രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും റാമിന് ഉറക്കം വന്നില്ല. ആനന്ദി അവനെ വിളിച്ചുകൊണ്ട് പോയതിനു ശേഷമുള്ള ഓരോ മില്ലി സെക്കൻഡും വീണ്ടും വീണ്ടും അവൻ ഓർത്തെടുത്തു. അതോടൊപ്പം ആ ഹിജറയുടെ മഞ്ഞളിന്റെയും പെർഫ്യൂമിന്റെയും ഗന്ധം അപ്പോഴും തന്റെ ശ്വാസകോശത്തിനുള്ളിൽ തങ്ങി നിൽക്കുന്നതായി അവന് തോന്നി. പലതരത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൻ ഉറക്കം വന്നില്ല. ഒടുവിൽ ഉറക്കം വരും വരെ അവൻ ബാൽക്കണിയിൽ ഉലാത്തുകയും നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് ചില പുസ്തകങ്ങൾ വായിച്ചു നോക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. പിറ്റേന്ന് കിരണിനും റാമിനും കോളേജിൽ പോകേണ്ടാത്തതിനാൽ അലാം വെച്ചിരുന്നില്ല. 8 മണിക്ക് ആയപ്പോൾ റാം ഞെട്ടി എഴുന്നേറ്റു. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ പാർട്ടിയുടെ വീട്ടിൽ പോവുകയാണ്. അവിടെ ചെറിയ പരിപാടിയുണ്ടെന്ന് ബിനീഷേട്ടിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടതിനു ശേഷം സുഖമായി ഉറങ്ങിക്കൊണ്ടിരുന്ന കിരണിനിട്ട് ഒരു കിഴുക്ക് കൊടുത്തു. ഡാ കുരുപ്പേ, എണീക്കടാ, എണീറ്റ് കോളേജിൽ പോടാ. കിരൺ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് റിലേ വീണപ്പോൾ റാമിനെ കണ്ണു മിഴിച്ചു നോക്കി. എന്തുവാ റാമണ്ണ, ഇന്ന് കോളേജില്ല? ചുമ്മാ രാവിലെ തന്നെ ചൊറിയാതെ. അയ്യോ, അണ്ണൻ അറിഞ്ഞില്ല മോനെ. സോറി ട്ടോ, മോൻ ഉറങ്ങിക്കോ. അവനെ ശല്യം ചെയ്ത ആത്മസംതൃപ്തിയോടെ റാം ഫ്രഷ് ആവാനായി ചാടി എഴുന്നേറ്റു. കേരള മൂഡ് ഓഫ്, തമിഴ്നാട് മൂഡ് ഓൺ, അവൻ കണ്ണാടിയിൽ നോക്കി തന്നോട് തന്നെ പറഞ്ഞു. ഗിണ്ടിയിലേക്കുള്ള വണ്ടിയിൽ കയറുമ്പോൾ അവൻ വെട്രിയെ വിളിച്ചു. രേഷ്മ വന്നു. അവൾ എപ്പോഴേ എത്തി. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവൾ ഹൈപ്പർ ആക്റ്റീവാണ് മച്ച. അത് നന്നായി, ഞാൻ ദേ എത്തിപ്പോയി. അത് പറഞ്ഞിട്ട് റാം കോൾ കട്ടാക്കി. ഗിണ്ടിയിലിറങ്ങി വെട്രിയെ വിളിച്ചപ്പോൾ വെട്രി ബൈക്കുമായി വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി.
പാട്ടിയുടെ വീടിന്റെ ഗേറ്റിൽ വണ്ടി നിന്നപ്പോൾ റാം ബൈക്കിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തുറന്നു കൊടുത്തു. എന്നിട്ട് ഗേറ്റിന് മുന്നിൽ ആനന്ദി വരച്ചിട്ടിരിക്കുന്ന കോലത്തിൽ ചവിട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. കാർഷീറ്റിൽ ആനന്ദിയുടെ വണ്ടി കാണാതിരുന്നപ്പോൾ അവൻ രണ്ടാം നിലയിലെ അവളുടെ മുറിയിലേക്ക് നോക്കി. റൂം പൂട്ടിക്കിടക്കുകയായിരുന്നു. റാം ഭയ്യ, നീ വന്നോ? വാ, ഞാൻ നല്ല സൂപ്പർ കേസരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവനെ കണ്ടതും മുറ്റത്തെ റോസാ ചെടികൾക്ക് നനച്ചുകൊണ്ടിരുന്ന പാട്ടി സാരിത്തുമ്പിൽ കൈതൊടച്ചുകൊണ്ട് അകത്തേക്ക് പോയി. കഴിച്ചിട്ട് വേഗം മുകളിലേക്ക് വാടാ, അത് പറഞ്ഞിട്ട് വെട്ടി മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. രേഷ്മ മുകളിലത്തെ നിലയിലെ കൈവരിയിൽ നിന്നുകൊണ്ട് റാമിനെ തള്ളവരിൽ ഉയർത്തിക്കാട്ടി. റാം അവളെ നോക്കി ഒരു കണ്ണിറുക്കി അടച്ചു. പാട്ടിയുടെ വക കേസരി കഴിച്ചതിന് ശേഷം മുകളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് റാം പടികൾ കയറി രണ്ടാം നിലയിലേക്ക് പോയി. സാമാന്യം വലിപ്പമുള്ള ഒരു മുറിയായിരുന്നു വെട്രിയുടേത്. റൂമിലായി ഒരു ഡബിൾ കോട്ട് കട്ടിലും ഒരു തടിമേശയും വലിപ്പമുള്ള ഒരു അലമാരയും ഉണ്ടായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം കാണാതിരുന്നപ്പോൾ താഴെയുള്ളത് കോമൺ ബാത്റൂം ആയിരിക്കുമെന്ന് റാം മോഹിച്ചു. പറയേ, എന്താ പ്ലാൻ? അവൻ വെട്രിയുടെയും രേഷ്മയുടെയും ഒപ്പം കട്ടിലേക്ക് കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു. അവൾ 12 മണിക്ക് തിരികെ വരുമെന്നും പറഞ്ഞ രാവിലെ ഇറങ്ങിപ്പോയത്. അത് കൃത്യമായിരിക്കും, സമയനിഷ്ഠയുള്ളവള, വെട്രി പറഞ്ഞു. അവളെ പുകഴ്ത്താനല്ല നമ്മളിവിടെ കൂടിയേക്കുന്നത്, രേഷ്മ അനിഷ്ടത്തോടെ പ്രതികരിച്ചു. ഓക്കെ, അവൾ 12 മണിക്ക് വന്നാൽ നേരെ കുളിക്കാൻ കയറും, അതും അയയിൽ കിടക്കുന്ന ആ ടവലും കൊണ്ട്. നമുക്ക് അതിൽ നിന്നും തുടങ്ങാം. ടവൽ വെച്ച് എന്തു കാണിക്കാനാ? റാം സംശയത്തോടെ ചോദിച്ചു. ദാ ഇത് കണ്ടോ, സെന്തറ്റിക് ചെടി ഉണക്കിയ പൊടിയാണ്, രേഷ്മ ഒരു ചെറിയ ലോഹടൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. സെന്തറ്റിയോ? അതെന്തിനാ ഉപയോഗിക്കുന്നത്? അതൊക്കെ റാം കണ്ടറിഞ്ഞാൽ മതി. രേഷ്മ അതും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി. എന്നിട്ട് പാട്ടി കാണാതെ അയയിൽ കിടന്നിരുന്ന മെറൂൺ കളർ ടവലിലേക്ക് ആ പൊടി കുടഞ്ഞിട്ടുകൊണ്ട് നന്നായി തേച്ചു പിടിപ്പിച്ചു. ശേഷം ഒന്നും അറിയാത്തതുപോലെ മൂളിപ്പാട്ടും പാടി മുകളിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും സമയം 11 കഴിഞ്ഞിരുന്നു. റാമും വെട്രിയും രേഷ്മയും ആനന്ദി വരുവാനായി രണ്ടാം നിലയുടെ കൈവരിയിലായി കാത്തിരുന്നു. ഉച്ചത്തേക്കുള്ള പാചകത്തിനിടയിൽ പാട്ടി അവർക്ക് 3 പേർക്കും ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. ലക്ഷ്യം മറ്റൊന്നായതിനാൽ രേഷ്മ അടുക്കളയിലേക്ക് എത്തി നോക്കാൻ പോലും പോയില്ല. സമയം വീണ്ടും കടന്നുപോയി. തെരുവിൽ നിന്നും ആനന്ദിയുടെ സ്കൂട്ടർ ഗേറ്റിനരികിലേക്ക് കടന്നു വരുന്നത് കണ്ടതും കൈവരിൽ നിന്നിരുന്ന 3 ആളും മുറിക്കകത്തേക്ക് ഓടിക്കയറി. അവൾ സ്കൂട്ടർ അകത്തേക്ക് ഓടിച്ചു കയറ്റി. സ്റ്റാൻഡിൽ വയ്ക്കുന്നത് മുതൽ മുകളിലേക്കുള്ള പടികൾ കയറി മുറി തുറന്ന് തിരികെ കുളിക്കാനായി ഇറങ്ങുന്നത് വരെയുള്ള ശബ്ദങ്ങൾ അവർ 3 ആളും കൂടെ വെട്രിയുടെ മുറിയുടെ വാതിലിനരികിൽ നിന്നുകൊണ്ട് ശ്രദ്ധയോടെ ശ്രവിച്ചു. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞതും രേഷ്മ മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. ചുമ്മാ ഒന്ന് വരാന്ത വരെ നടന്നിട്ട് തിരികെ മുറിയിലേക്ക് ഓടി വന്നു. കേറി മക്കളെ കേറി, അവൾ കുളിക്കാൻ കയറി, അവൾ തീവ്രമായ സന്തോഷത്തോടെ പറഞ്ഞു. എന്നിട്ട് തുള്ളിച്ചാടിപ്പോയി വെട്രിയുടെ ഹോം തിയേറ്ററിൽ ഒരു അടിച്ചുപൊളി പാട്ടിട്ട് തുള്ളുവാൻ ആരംഭിച്ചു. അടുക്കളയിൽ പാചകം അവസാന ഘട്ടത്തിലായിരുന്ന പാട്ടി മുകളിൽ നിന്നുമുള്ള പാട്ട് കേട്ട് കാലുകൊണ്ട് താളം പിടിച്ചു. ശേഷം പാചകം ചെയ്തുകൊണ്ടിരുന്ന തേങ്ങാപ്പാലൊഴിച്ച ചിക്കൻ കറിയുടെ ഉപ്പ് നോക്കി സ്റ്റൗ ഓഫാക്കി അത് മൂടി വെച്ചിട്ട് പാട്ടിന് താളം പിടിച്ചുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള പടികൾ കയറി ചെന്നു. അവർ വെട്രിയുടെ മുറിയിലേക്ക് എത്തുമ്പോൾ വെട്രിയും രേഷ്മയും കൂടി തുള്ളി തകർക്കുകയായിരുന്നു. റാം അതൊക്കെ നോക്കി സമീപത്തെ കസേരയിൽ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പാട്ടിയും അവർക്കൊപ്പം നൃത്തം ചെയ്യും കൂടി. ആ പ്രായത്തിലും പാട്ടിയുടെ ആവേശം കണ്ട് റാമിനും ഉത്സാഹമായി. അവനും അവർക്കൊപ്പം തുള്ളിക്കളിക്കാൻ ചേർന്നു. വെട്രിയും പാട്ടിയും ജോഡികളെ പോലെ തകർത്താടി. രേഷ്മ പാട്ടിന്റെ ശബ്ദം വീണ്ടും കൂട്ടിവെച്ചു. 4 ആളും കൂടി തട്ടുപൊളിപ്പൻ തമിഴ് പാട്ടുകൾക്ക് ഓരോ ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ട് ചുവടുകൾ വെച്ചുകൊണ്ടിരുന്നു. നിർത്താൻ! ഹോം തിയേറ്റർ സ്പീക്കറിനേക്കാൾ ഉയർന്ന ശബ്ദം വെളിയിൽ നിന്നും കേട്ടിട്ട് പാട്ടിയും പിള്ളേരും തിരിഞ്ഞു നോക്കി. അയ്യോ ആനന്ദി മോളെ, നിനക്കെന്തു പറ്റി? ദേഹമാസകളിൽ ചൊരിഞ്ഞു തടിച്ച അവളുടെ കോലം കണ്ട് പാട്ടി മുറിയുടെ വാതിൽക്കലേക്ക് പാഞ്ഞു. ഹോം തിയേറ്ററിൽ അപ്പോഴും പാട്ട് ഉച്ചത്തിൽ പ്ലേ ആയിക്കൊണ്ടിരുന്നു. വെട്രിയും റാമും രേഷ്മയും ആനന്ദിയുടെ കോലം കണ്ട് പരസ്പരം നോക്കി ആർത്തു ചിരിച്ചു. ഇതാരാ ചെയ്തേ? ആനന്ദി ഇരമ്പി വന്ന രോഷം പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. സ്വന്തം പെങ്ങൾക്കിട്ട് പണി കൊടുക്കുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നായിരുന്നതിനാൽ വെട്രി കണ്ണുകൊണ്ട് രേഷ്മയെ കാണിച്ചു കൊടുത്തു. രേഷ്മ കൃത്യമായി അത് കാണുകയും ചെയ്തു. എടാ മഹാഭാവി! രേഷ്മ അങ്ങനെ നീട്ടി വിളിച്ചതിന് തൊട്ടടുത്ത നിമിഷത്തിൽ ആനന്ദി അകത്തേക്ക് ഓടിച്ചെന്ന് തന്റെ ടവൽ രേഷ്മയുടെ മുഖത്ത് അമർത്തി തേച്ചു. പാട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായതുമില്ല. തനിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയ രേഷ്മ നിന്ന് മൂങ്ങി. ഞാനല്ല, അവന്മാരുടെ മോന്തയ്ക്കും കൂടി അത് തേക്കടി മൂദേവി, രേഷ്മ മൂങ്ങിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും പണി കിട്ടിയ രീതിയിൽ വെട്രിയും റാമും മുറിയുടെ മൂലയിലേക്ക് നീങ്ങി. ആനന്ദിയെ വേണ്ട! രേഷ്മ നിന്നും തങ്ങളിലേക്ക് തിരിഞ്ഞ ആനന്ദിയെ കണ്ടതും വെട്രി പറഞ്ഞു. ആനന്ദി തന്റെ ശരീരത്തിലെ ചൊറിച്ചിൽ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ടവലുമായി അവന്മാരുടെ നേർക്ക് ചെന്നു. ആ സമയത്ത് രേഷ്മയ്ക്ക് മുഖം ചൊറിഞ്ഞു തുടങ്ങിയിരുന്നു.
വെട്രിയും രാമും ചേർന്ന് ആനന്ദിയെ പിടിച്ച് കട്ടിലേക്ക് തള്ളിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയോടി. ആ സാധനം ഇനി മിച്ചമുണ്ടോ? രേഷ്മയെ നോക്കി കട്ടിലിൽ വീണ ആനന്ദി ചോദിച്ചു. ടേബിളിൽ ഒരു ഭാഗത്ത് ഇരുന്ന ബാക്കി സെന്തറ്റിപ്പൊടിയുടെ ടിൻ രേഷ്മ ആനന്ദിക്ക് എറിഞ്ഞു കൊടുത്തു. അത് കയ്യിൽ കിട്ടിയതും വെട്രിക്കും രാമനും പിന്നാലെ ആനന്ദി സെന്തറ്റിപ്പൊടിയുമായി പുറത്തേക്കോടി. ഒരു സീൻ കാണാൻ പോകുന്നത് പോലെ രേഷ്മയും കൈവരിയിലേക്ക് ഓടി. പാട്ടിക്ക് അവിടെ നടക്കുന്നതൊക്കെ തമാശയാണോ അതോ കാര്യത്തിലാണോ എന്ന് മനസ്സിലായില്ല. നിനക്കൊക്കെ പ്രാന്തായ പിള്ളേരെ. പാട്ടിയും രേഷ്മയും കൈവരിയിലേക്ക് പോയി നിന്നിട്ട് താഴേക്ക് നോക്കി. ആനന്ദി, നമുക്ക് പറഞ്ഞു തീർക്കാം. കാശിടൽ ഓടിക്കയറിയ വെട്ടുകാരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ നേരത്തെ റാം ഓടി പുറത്തെ ബാത്റൂമിൽ കയറി വാതിലടച്ചിരുന്നു. എന്റെ പത്മിനിക്ക് വല്ല പോറലും വീണാൽ രണ്ടിനെയും ഞാൻ ശരിയാക്കും. ആനന്ദിയെ വെട്ടിച്ച് പത്മിനിയുടെ ചുറ്റും ഓടുന്ന വെട്ടിയെ നോക്കി പാട്ടി മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടാതെ അവന്റെ മോന്തയ്ക്ക് തേക്കടി. രേഷ്മ മുകളിൽ നിന്ന് ഉറക്കെ അലറി വിളിച്ചു. ഒച്ചയും ബഹളവും ഒക്കെ കേട്ട് രണ്ടാം നിലയ്ക്ക് സമാന്തരമായി നിൽക്കുന്ന ആര്യവേപ്പിന്റെ ചില്ലയിലെ തൂങ്ങിക്കിടന്നിരുന്ന ആ തേനീച്ചക്കൂട് പതിയെ ഇളകി തുടങ്ങിയിരുന്നു. എടി കുമ്മണാമൂഞ്ചി, ആ ടിന്ന് തോന്നവന്റെ മോന്തയ്ക്കെറിയാൻ രേഷ്മയുടെ ആ അലറിവിളി കൂടി ആയപ്പോൾ അതിനൊരു തീരുമാനമായി. തൊട്ടടുത്ത നിമിഷത്തിൽ അന്തരീക്ഷത്തിലാകെ തേനീച്ചകൾ വ്യാപിച്ചു. കടവുളെ പാട്ട് ഞെട്ടലോടെ നെഞ്ചിൽ കൈവച്ചിട്ട് കൈവയിൽ നിന്നും ജീവനും കൊണ്ടോടി വെട്ടിയുടെ മുറി കയറി വാതിലടച്ചു. പരട്ടത്തള്ളെ, എന്നെയും കൂടി അകത്ത് കയറ്റടി. അവർക്ക് പിന്നാലെ ഓടിയെത്തിയ രേഷ്മ മുറിയുടെ വാതിൽ തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചു. തൊട്ടടുത്ത നിമിഷത്തിൽ പാട്ടി വേഗത്തിൽ വാതിൽ തുറന്ന് അവളെയും അകത്തേക്ക് വലിച്ചിട്ടു. പക്ഷെ അപ്പോഴേക്കും അവർക്കൊപ്പം മുറിയിലേക്ക് കുറെ വൻ തേനീച്ചകളും കടന്നെത്തിയിരുന്നു. തേനീച്ചക്കൂട് ഇളകിയത് കണ്ട് താഴെ നിന്നിരുന്ന ആനന്ദിയും വെട്രിയും ഒരുപോലെ പകച്ചുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ ഇരുവരും താഴത്തെ നിലയിലേക്ക് ഓടിക്കയറാൻ നോക്കിയപ്പോൾ പാട്ടി വാതിലെല്ലാം പൂട്ടിയതിനു ശേഷമാണ് മുകളിലേക്ക് പോയെന്ന സത്യം ഒരു ഞെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞു. ഡാ റാമേ, പണി പാളി, പെട്ടെന്ന് വാതിൽ തുറക്കടാ. വെട്രി കൂവിക്കൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി ഓടി. ആനന്ദിയും വെട്രിയുടെ പിന്നാലെ ബാത്റൂമിലേക്ക് ഓടി. നീയൊക്കെ എന്തടവ് കാണിച്ചാലും ഞാൻ തുറക്കൂലടാ, റാം അകത്തു നിന്ന് വാതിൽ തള്ളിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. വെട്രിയുടെ മുറിക്കുള്ളിൽ അകപ്പെട്ടുപോയ പാട്ടിയെയും രേഷ്മയെയും തേനീച്ചകൾ ആക്രമിച്ചു തുടങ്ങിയിരുന്നു. പാട്ടിയുടെ മൂക്കിലും രേഷ്മയുടെ നെറ്റിയിലും ഓരോ കുത്തുകിട്ടി. മുറിക്കുള്ളിലുള്ള തേനീച്ചകളിൽ നിന്നും വീണ്ടും വീണ്ടും കുത്തുകിട്ടി തുടങ്ങിയപ്പോൾ ഇരുവരും വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയോടി. കതക് തുറന്നതും നൂറുകണക്കിന് തേനീച്ചകൾ പുറത്ത് കാത്തു നിന്നിരുന്നത് പോലെ അവരെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. ഇതേ സമയത്ത് റാം ബാത്റൂമിന്റെ വാതിൽ തുറക്കാത്തതിനാൽ ആനന്ദിയും വെട്രിയും ഗേറ്റ് കടന്ന് റോഡ് ലക്ഷ്യമാക്കി ഓടി. ഒരു പറ്റം തേനീച്ചകൾ അവരുടെ പിന്നാലെ പറന്നു. പാട്ടി ഉൾപ്പെടെയുള്ളവരുടെ കൂവലും ബഹളവും ഒക്കെ കേട്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയ റാം വാതിൽ അല്പം തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി. ദൂരെയായി വെട്രിയും ആനന്ദിയും റോഡിലൂടെ എങ്ങോട്ടോ കാറിക്കൊണ്ടു പോകുന്നത് കണ്ടു. അവൻ സംശയത്തോടെ വാതിൽ മൊത്തമായി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പാട്ടിയും രേഷ്മയും ഒരുപറ്റം തേനീച്ചകളുമായി ഓടി വന്ന് ബാത്റൂമിലേക്ക് കയറുകയും തേനീച്ചകളും അവർക്കൊപ്പം കയറിയത് കണ്ട് അതിൽ നിന്നും വീണ്ടും ഇറങ്ങി ഓടുകയും ചെയ്തു. തേനീച്ചകൾ തന്നെയും പൊതിഞ്ഞെന്ന് മനസ്സിലാക്കിയ റാമും അലറി വിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയോടി. അവന് തൊട്ടു പിന്നാലെ രേഷ്മയും പാട്ടിയും വീട്ടിൽ നിന്നും ഇറങ്ങിയോടി.